ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ മേലുള്ള അമ്മാധികാരത്തിൻ്റെ ഏറ്റവും പുതിയ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ അമ്മാധികാരം എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ 11-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കൃത്യമായും വ്യക്തമായും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന് ലഭിച്ച ഏറ്റവും വലിയ ദർശനമാണത്. സ്വർഗത്തിൽ ദേവാലയം കാണായി, ദേവാലയത്തിൽ വാഗ്ദാന പേടകവും. പഴയ നിയമത്തിൽ അപ്രസക്തമായി പോയ വാഗ്ദാന പേടകമാണ് കൈമോശം വന്നത്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് വാഗ്ദാന പേടകമെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കുകയും സഭ അത് വിശ്വസിക്കുകയും ചെയ്യാൻ. വെളിപാട് 11:19 പറയുമെന്ന് സ്വർഗം തുറന്നിരിക്കുന്ന ദേവാലയം കാണായി, ദേവാലയത്തിൽ വാഗ്ദാന പേടകവും. അടുത്ത വചനം എന്താ? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അപ്പോൾ വാഗ്ദാന പേടകം ആരാ? പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിലെ മധ്യസ്ഥമായിക്കൊണ്ട്, പരിശുദ്ധ അമ്മയെ മധ്യസ്ഥമായിക്കൊണ്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി അമ്മ എന്താ നമ്മൾ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുക. കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് ഉടമ്പടി മലയിൽ വെച്ച് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞായിരുന്നു. ഉടമ്പടി മലയിൽ വെച്ച് അത് തന്നെയാണ് പരിശുദ്ധ അമ്മയിൽ വരുമ്പോൾ യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 4 പറയണതും, ആ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിനെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവൻ പറയുന്ന പോലെ ചെയ്യുക. അപ്പം ദൈവം പറയുന്ന പോലെ ചെയ്യാൻ ഒരു ജനത വിശുദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ജനതയെ ദൈവം ശക്തീകരിക്കും. അതാണ് ബൈബിളിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 8:29 ഗദാര ദേശത്ത് വസിക്കുന്ന ഒരു പിശാച് ബാധിതൻ ഈശോനെ കണ്ടുമ്പോൾ എന്താ പറയണത്? കർത്താവേ, മഹോന ദൈവത്തിൻ്റെ പുത്ര, സമയത്തിന് മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കാൻ പുറത്താക്കാൻ നീ വന്നിരിക്കുകയാണോ? നീ ആരാണ്? ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പുത്രനാണ്. ഇപ്പോൾ ചില രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നതും അത് പിശാചി ബാധയായാൽ പോലും സ്വാഭാവികമായി സുഖപ്പെടാനും അതിനൊക്കെ ഒരു സമയമുണ്ടാകാം. പക്ഷേ കർത്താവ് ഇടപെടുമ്പോൾ സമയത്തിന് മുമ്പേ ആകാം. നിൻ്റെ കുടുംബത്തിന് സമാധാനം, നിൻ്റെ രോഗത്തിന് സൗഖ്യം, നിൻ്റെ കടങ്ങൾക്ക് പരിഹാരം, എല്ലാം, നിൻ്റെ മാനസാന്തരത്തിന് തടസ്സം, അതിനെല്ലാം ഒരു പക്ഷേ 5 കൊല്ലം കഴിഞ്ഞായിരിക്കാം സംഭവിക്കുന്നത്, 15 കൊല്ലം കഴിഞ്ഞായിരിക്കാം സംഭവിക്കുന്നത്. ഈശോ വിചാരിച്ച ഇന്നാകാം. സമയത്തിന് മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. ഈ അധികാരം തന്നെയാണ് ഈശോ. അമ്മ പറഞ്ഞു സമയമായില്ലല്ലോ എന്ന് ഈശോ പറയുമ്പോൾ അമ്മ ഒരു സമയം നിശ്ചയിക്കും. കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, അവരോടുള്ള കണ്ണീരിൻ്റെ കാലത്ത് അവിടെ ഒട്ടുനിൽക്കാനുള്ള ദൈവത്തിൻ്റെ മാതൃവാത്സല്യം കൊണ്ട്. പക്ഷേ ആ സമയം പിന്നെ ഈശോ ചേഞ്ച് ചെയ്തില്ല. എൻ്റെ അർത്ഥം എന്താ? ഈശോയ്ക്കുണ്ടായിരുന്ന ആ സമയത്തിനുമുള്ള അധികാരം അമ്മയ്ക്കും ഈശോ കൽപ്പിച്ച് നൽകുകയാണ്. പക്ഷേ എല്ലാ സമയങ്ങളും കൽപ്പിച്ച് നൽകുമ്പോഴും എല്ലായിടത്തും വിശുദ്ധീകരണമുണ്ട്. വിശുദ്ധീകരണത്തിലെ കൽപ്പരണി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ മുമ്പിൽ വെക്കുന്നതെല്ലാം വിശുദ്ധീകരണത്തിൽ കൽപ്പരണിയാണ്. അപ്പോൾ സമയത്തിന് മേൽ നമുക്കും അമ്മ അധികാരം പ്രാപിക്കാൻ പറ്റും. സഭ അതാണ് പറയണത്. പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ മരണസമയത്തും. എൻ്റെ സഹോദരങ്ങളെ, 19-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ
ഞങ്ങളുടെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മരണസമയത്ത് കർത്താവിൻ്റെ കൂടെ നിന്നയാളാണ് അമ്മ. അപ്പോൾ തീർച്ചയായിട്ടും ഈശോ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണസമയത്ത് എൻ്റെ കൂടെ നിന്ന അമ്മ, എൻ്റെ മക്കളുടെ മരണത്തിനേക്കാൾ വലിയ കാര്യം മനുഷ്യനുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കടങ്ങളായാലും എൻ്റെ ചെറുതാണ്, അതിനേക്കാൾ ചെറുതാണ്. മാനസിക രോഗമായാലും അതിനേക്കാൾ ചെറുതാണ്. അപസ്മാര രോഗമായാലും അതിനേക്കാൾ ചെറുതാണ്. ജോലിയില്ലാത്ത അവസ്ഥയായാലും അതിനേക്കാൾ ചെറുതാണ്, മരണത്തേക്കാൾ ചെറുതാണ്. അപ്പം മരണത്തിൽ പോലും നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ആള്, സമയത്തിന് അധികാരമുള്ള ആളോടാണ് ഈശോ പറഞ്ഞത്, ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മ. അന്ന് മുതൽ ഈശോയുടെ അമ്മ നമ്മുടെ അമ്മ, നമ്മുടെ ദുഃഖം അമ്മയുടെ ദുഃഖം. അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്, അമ്മ കൂടെ ഉണ്ടാകണമെന്ന്. കാനായിലായാലും കാൽവരിയിലായാലും അമ്മ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്ന പുസ്തകമാണ് യോഹന്നാൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നാണ് കത്തോലിക്കാ സഭ എല്ലാ ഊർജ്ജവും സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? അന്ന് മുതൽ അവളെ സഭ കുടുംബത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് സഭയുടെ മുഖ്യ ലക്ഷ്യം, മുഖ്യ പ്രതിച്ഛായ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രതിച്ഛായയാണ്. വചനത്തിൽ വേരൂന്നി വളർന്ന് ശിഷ്യന്മാർ രക്തസാക്ഷികളാക്കി യേശുവിന് ലോകത്തിന് കൊടുത്ത് നിത്യത വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ നമ്മുടെ സങ്കടങ്ങളെ, വിഷമതകളെ, ഭാരങ്ങളെ ഇപ്പോഴും നമുക്ക് സമയത്തിന് അധികാരമുള്ള അധികാരി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ ആരാധനയ്ക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിലൂടെ പരിശുദ്ധ അമ്മ വഴി, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ വഴി നമുക്കും ഈ ആശ്വാസം സമാധീതമായി ലഭിക്കട്ടെ എന്ന്